രാജ്യത്ത് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി രാജ്യത്തിന്റെ പുതിയ ഉപരാഷ്ട്രപതി ആരെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ്. ജഗദീപ് ധൻഖറിന്റെ രാജിയെ തുടർന്നാണ് ഈ നീക്കം. സെപ്റ്റംബർ 9-നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് തീയതി. വോട്ടെടുപ്പ് നടക്കുന്ന അതേ ദിവസം തന്നെ പുതിയ ഉപരാഷ്ട്രപതിയെയും പ്രഖ്യാപിക്കും. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 66(1) ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വിശദമായി പറയുന്നത്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ലോക്സഭ, രാജ്യസഭ അംഗങ്ങളടങ്ങുന്ന ഇലക്ടറൽ കോളേജാണ്. ഇതിൽ വോട്ടവകാശം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്കുമുണ്ട്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. തീർത്തും വോട്ടെടുപ്പ് നടക്കുക രഹസ്യ ബാലറ്റിലൂടെയാകും. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പ്രസിഡന്റിന് സമാനമാണെങ്കിലും ഇതിൽ ഇലക്ടറൽ കോളേജ് തീർത്തും വ്യത്യസ്തമാണ്. രാഷ്ട്രപതിയെ കണ്ടെത്താൻ സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾക്ക് വോട്ടവകാശമുണ്ട്. പക്ഷേ ഉപരാഷ്ട്രപതിയുടെ കാര്യത്തിൽ എംപിമാർക്ക് മാത്രമാണ് കൂടുതൽ പരിഗണന ഉള്ളത്. ഇതിൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ ഇലക്ടറൽ കോളേജിന്റെ ഭാഗമായിരിക്കില്ല. അതോടൊപ്പം ഇലക്ടറൽ കോളേജിലെ അംഗങ്ങൾക്ക് പാർട്ടി വിപ്പും ബാധകമല്ല. നിലവിൽ ഇരുസഭകളുടെയും ആകെ ശേഷി 786 ഇത് ഒഴിവുകളുള്ള സീറ്റുകൾ മാറ്റി നിർത്തി കണക്കാക്കിയതാണ്. നിലവിലെ അംഗബലം അനുസരിച്ച് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ 394 വോട്ടുകൾ ആവശ്യമാണ്. അതായത് ലോക്സഭയിൽ ഭരണകക്ഷിക്ക് 293 രാജ്യസഭയിൽ 129 അംഗങ്ങളുണ്ട്. ഇതിൽ മത്സരിക്കാൻ യോഗ്യത എന്ന് പറയുന്നത് മത്സരിക്കുന്ന വ്യക്തി ഇന്ത്യൻ പൗരനായിരിക്കണം എന്നതാണ്. പ്രായം 35 വയസ്സ് തികയണം. കൂടാതെ രാജ്യസഭ അംഗമായിരിക്കണം. ലാഭകരമായ പദവിയും വഹിക്കരുത്. അതുമാത്രമല്ല, നാമനിർദ്ദേശ പത്രിക കുറഞ്ഞത് 20 വോട്ടർമാർ നിർദ്ദേശകരായും 20 വോട്ടർമാർ പിന്തുണക്കാരായും വേണം. ഇതാണ് മത്സരിക്കാനുള്ള നിബന്ധന. ഉപരാഷ്ട്രപതിയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. അതിനുശേഷം അടുത്ത ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതുവരെ അവർക്ക് തുടരാം. ഉപരാഷ്ട്രപതിയായി ഒരു വ്യക്തിക്ക് എത്ര തവണയെങ്കിലും പ്രവർത്തിക്കാം. അതുകൊണ്ട് തന്നെ ഒരു മുൻ ഉപരാഷ്ട്രപതിക്ക് വീണ്ടും ഇതിൽ മത്സരിക്കാം എന്നതാണ് ഇതിന്റെ പ്രത്യേകത. തെരഞ്ഞെടുക്കപ്പെട്ടാൽ അവർക്ക് ഒന്നിലധികം തവണ സേവനം അനുഷ്ഠിക്കാം. ഒരു വ്യക്തിക്ക് ഉപരാഷ്ട്രപതിയായി എത്ര തവണയും പ്രവർത്തിക്കാം. അതിനാൽ ഒരു മുൻ ഉപരാഷ്ട്രപതിക്ക് വീണ്ടും മത്സരിക്കാവുന്നതാണ്. നിർദ്ദിഷ്ട പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടാൽ അവർക്ക് ഒന്നിലധികം തവണ സേവനവും അനുഷ്ഠിക്കാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.